നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കുറച്ചു നാൾ മുന്നേ ഏറെ ചർച്ചയായ ഒരു വിഷയമായിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവിയായ ഡോക്ടർ ഹാരിസ് ചിറക്കൽ നടത്തിയ കുറേ വെളിപ്പെടുത്തലുകൾ. അത് ഇപ്പോൾ LDF സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പായ ആരോഗ്യ വകുപ്പ്, കേരളം നമ്പർ 1 എന്ന് പറഞ്ഞ് കൊട്ടിഘോഷിച്ചു കൊണ്ടിരുന്ന ആരോഗ്യ വകുപ്പിലെ പല കെടുകാര്യസ്ഥതകളെക്കുറിച്ചും സിസ്റ്റം ശരിയല്ല എന്നുള്ളത് ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുന്ന രീതിയിലുള്ള വെളിപ്പെടുത്തലുകളായിരുന്നു അന്നുണ്ടായത്. അതിനെ തുടർന്ന് ഒരുപാട് ചർച്ചകൾ അത് സംബന്ധിച്ചുണ്ടായിരുന്നു. സർക്കാരിനെ ഒരു പരിധിവരെ പ്രതിരോധത്തിലാക്കുന്നത് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ. അദ്ദേഹം തികഞ്ഞൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്നത് വളരെ ശ്രദ്ധേയമായിരുന്നു. തികഞ്ഞൊരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് കൂടി അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തേണ്ടി വന്നൊരു സാഹചര്യം അതായിരുന്നു ഏവരും ചർച്ച ചെയ്തത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിനോട് ഇപ്പോൾ വിശദീകരണം ആരാഞ്ഞിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. ആ പറഞ്ഞ പരാതികൾ പരിഹരിക്കുന്നതിനായി സർക്കാരിൻ്റെ തലത്തിൽ നിന്നും എന്തെങ്കിലും നടപടികൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്, ഇല്ലേ? അതിന് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നറിയാതെ തന്നെ ഇപ്പോൾ അദ്ദേഹത്തോട് വിശദീകരണം ചോദിച്ചിരിക്കുകയാണ്. തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നവർ തെറ്റുകാരനാക്കപ്പെടുന്ന ഈ കാലമാണ് എന്ന് കൂടുതൽ തെളിയിക്കുന്നതാണ് ഈ നടപടികൾ. തീർച്ചയായിട്ടും കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഇടതുപക്ഷ ഗവൺമെൻറ്റാണ്. CPM-ൻ്റെ സർക്കാരാണ്. പിണറായി വിജയനാണ് മുഖ്യമന്ത്രി. അദ്ദേഹം ഭരണത്തിൽ കയറുന്ന സമയത്ത് പറഞ്ഞ ഒരു വാക്കുണ്ട്: ഓരോ ഫയലും ഓരോ ജീവിതമാണ്, നിങ്ങൾ ഇത് തടഞ്ഞു വെക്കരുത്. അന്നതൊക്കെ കേട്ട സമയത്ത് നമുക്കൊക്കെ വളരെ സന്തോഷവും ഒക്കെയാണ് തോന്നിയത്. ഇന്ന് ഓരോ ജീവിതങ്ങളും ഓരോ ഫയലിൽ കുടുങ്ങി മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആന്തൂർ സാജരിൽ തുടങ്ങി ഇങ്ങോട്ട് ഓരോ ആളുകൾ, അവസാനം നവീൻ ബാബു വരെയുള്ള ആളുകൾ മരണപ്പെട്ടത് എന്തിലാണെന്ന് നോക്കിയാൽ ഓരോ ഫയലുകളിലാണെന്ന് നമുക്ക് മനസ്സിലാക്കും. അതുപോലെ തന്നെ ഫയൽ നീങ്ങാത്തതിൻ്റെ പേരിൽ, ഫയലുകളിൽ ഉദ്യോഗസ്ഥർ ചുവപ്പ് നാട ഇട്ടതിൻ്റെ പേരിൽ പല കാര്യങ്ങളും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ നടക്കുന്നില്ല എന്ന് തുറന്നു പറഞ്ഞ ആളാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ. അദ്ദേഹം ഈ പറയുന്ന ആരോഗ്യ വകുപ്പ്, അതുപോലെ തന്നെ ധനവകുപ്പ്, ഇവരുടെയൊക്കെ പ്രതിസന്ധികളുണ്ടെങ്കിലും, എന്തൊക്കെ പ്രതിസന്ധികളുണ്ടെങ്കിലും അത് ആരോഗ്യ മേഖലയിൽ നമ്മളത് കാണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഒരു മനുഷ്യനാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വകുപ്പ് മേധാവി. അദ്ദേഹം പറഞ്ഞത് പല ഉപകരണങ്ങളും വാങ്ങിത്തരുന്നത് രോഗികളാണ്, ജനങ്ങളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാര്യം, ഒരു സർജറിക്ക് വരുന്ന സമയത്ത് മെഡിക്കൽ കോളേജ് പ്രൊവൈഡ് ചെയ്യേണ്ട അവരുടെ ഫണ്ടിൽ, തനത് ഫണ്ടിൽ ഉൾപ്പെടുത്തി വാങ്ങേണ്ട പലതരത്തിലുള്ള ഉപകരണങ്ങളുണ്ട്. അതായത് KSFDC പോലുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടുന്ന ഉപകരണങ്ങളുണ്ട്, മെഡിസിൻസ് ഉണ്ട്. KMML ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ജനറിക് മെഡിസിൻസ് ഉണ്ട്. ഇത്തരത്തിലുള്ള മെഡിസിൻസ് എല്ലാം വാങ്ങണമെങ്കിൽ പോലും നമുക്ക് അതിൻ്റെ ഫണ്ട് വേണം. വളരെ കുറഞ്ഞ ഫണ്ടാണെങ്കിലും വേണം. അതുപോലും ആരോഗ്യ വകുപ്പ് അനുവദിക്കുന്നില്ല, അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പിൻ്റെ ഒരു പരിഗണനയിൽ കൂടെ ധനവകുപ്പ് അത് അനുവദിക്കുന്നില്ല എന്ന് തുറന്നു പറയേണ്ട ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ്. നോക്കൂ ചേച്ചി, ഈ എത്രയധികം ആളുകളാണ് ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലുള്ള മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്നത്? നിരവധിയായ പാവപ്പെട്ട മനുഷ്യർ. എല്ലാവർക്കും അമേരിക്കയിലെ മയോ ക്ലിനിക്കിൽ ചികിത്സയ്ക്ക് പോകാൻ പറ്റുമോ? എല്ലാവർക്കും അപ്പോളോ ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് പോകാൻ പറ്റുമോ? എല്ലാവർക്കും തിരുവനന്തപുരത്തെ SUT ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് പോകാൻ പറ്റുമോ? കൊച്ചിയിലെ അമൃതയിൽ പോകാൻ പറ്റുമോ? ആസ്ട്രോ മെഡിസിറ്റിയിൽ പോകാൻ പറ്റുമോ? ഇങ്ങനെയൊന്നും പറ്റാത്ത ആളുകൾ സാധാരണ ഹോസ്പിറ്റലിൽ പോയി അവരുടെ ഏറ്റവും അവസാനത്തെ ഒരു രീതി എന്ന നിലയിലേക്കാണ് എവിടത്തേക്ക് പോകുന്നത്? ഈ പറയുന്ന മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നത്. അവിടെയും ഇതാണ് അവസ്ഥ എന്ന് പറയുമ്പോൾ ഡോക്ടർമാർക്ക് പരിമിതികളുണ്ട്. കാരണം ഇപ്പോൾ ഒരു യൂറോ സർജറി, ഇപ്പം നമുക്കറിയാം, നെഫ്രോളജിയുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു ഭാഗമാണ്. അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഇൻഫെക്ഷൻസ്, അണുബാധകൾ എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ഇമ്മീഡിയറ്റ് സർജറികൾ വേണ്ട അവസ്ഥ ഉണ്ടാകും അവിടെ. അതിന് വേണ്ട ആവശ്യമായ ഉപകരണങ്ങൾ അവിടെ ഇല്ല എന്ന് ഒരു ഡോക്ടർ തുറന്ന് പറയണമെങ്കിൽ എത്രത്തോളം അദ്ദേഹം അത് ക്ഷമിച്ചിരിക്കും? അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ക്ഷമിച്ച് മടുത്തു, രോഗികളുടെ പ്രാക്ക് കേട്ട് മടുത്തു. പല രോഗികളോടും നിങ്ങൾ തന്നെ ഉപകരണം വാങ്ങി തന്നാൽ ഞങ്ങൾ സർജറി ചെയ്യാമെന്നുള്ള അവസ്ഥയിലേക്ക് പറഞ്ഞു. ആയിരക്കണക്കിന് 10,000-കണക്കിന് രൂപ മുടക്കിയിട്ട് അവർ തന്നെയാണ് സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന വസ്തുക്കൾ വാങ്ങി കൊടുക്കുന്നത് എന്ന് അദ്ദേഹത്തിന് പറയേണ്ടി വന്നു. ഇത് കേരളത്തിലെ നമ്പർ 1 ആരോഗ്യ മേഖല എന്ന് പറയുന്ന ഒരു കാര്യത്തിന് വലിയ തരത്തിലുള്ള ഈ ഇമേജ് ഇടിവുണ്ടാക്കി എന്ന പേരിലാണ് ഇവർ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്: എന്തായാലും എനിക്കെതിരെ നടപടി വരും, അല്ലെങ്കിൽ കൃത്യമായ ചോദ്യം ചെയ്യലുണ്ടാവും. ഞാൻ അതിനെ ഭയക്കുന്നില്ല. എനിക്ക് ഈ ജോലി നഷ്ടപ്പെട്ടാലും ജീവിച്ചു പോകാനുള്ള കാര്യങ്ങളുണ്ട്. അദ്ദേഹം ഒരു ഇടത് സംഘടനാ പ്രവർത്തകനാണ് എന്നാണ് ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത്. ഒരു ഇടതുപക്ഷ സംഘടനാ പ്രവർത്തകൻ ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി സർക്കാർ നീങ്ങും എന്ന് അന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ സർക്കാർ തന്ത്രപൂർവ്വം ആ കാര്യത്തിൽ നിന്ന് പുറകോട്ടടിച്ചു. കാര്യം തൽക്കാലം ഇതിവിടെ നിൽക്കട്ടെ എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോയത്. ഇപ്പോൾ അദ്ദേഹത്തിന് കാരണം കാണിക്കൽ നോട്ടീസ് DD കൊടുത്തിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്.
DMI. അപ്പോൾ DMI ഇങ്ങനത്തെ ഒരു നോട്ടീസ് കൊടുത്തതിൻ്റെ പുറകിൽ ഇദ്ദേഹം കൃത്യമായ കാരണം കാണിക്കൽ നോട്ടീസ് കൊടുക്കും. അതിന് കൃത്യമായ മറുപടി കൊടുത്തില്ലെങ്കിൽ അദ്ദേഹത്തിന് നടപടി ഉണ്ടാവും. സ്വാഭാവികമായും ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വലിയ തരത്തിൽ എന്തുണ്ടായിട്ടുണ്ട്, ഈ ആരോഗ്യ മേഖലയിൽ എന്തോ പ്രശ്നമുണ്ട് എന്ന് ജനങ്ങൾക്ക് മനസ്സിലായതായി ഇദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലൂടെ തോന്നിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഇടത് സംഘടനാ പ്രവർത്തകനായ അദ്ദേഹത്തിന് പോലും ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ് എന്നുള്ള യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞ ഒരു ഡോക്ടർക്ക് പോലും മറുപടി കൊടുക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് നമ്പർ 1 കേരളത്തിന്റെ ആരോഗ്യ മേഖല മാറിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. എന്ത് പറയാനുണ്ട് ഇവിടുത്തെ സൈബർ സഖാക്കൾക്ക്? എന്ത് പറയാനുണ്ട് ഇവിടുത്തെ ആരോഗ്യ കേരളത്തെ പുകഴ്ത്തുന്ന ആളുകൾക്ക്? ഇപ്പോൾ ഈ പറയുന്ന പല ഡോക്ടർമാരും അല്ലെങ്കിൽ പല ആളുകളുമൊക്കെ വീട്ടിൽ നിന്ന് പിന്നെ സ്വകാര്യ പ്രാക്ടീസിങ് നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ IMAയുടെ പിന്നെ സഹായത്തോടു കൂടി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ ആവശ്യം ആ കോളേജിൽ നിന്ന് നടക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു യൂറോളജി വകുപ്പിൻ്റെ മേധാവിയാണ്. അദ്ദേഹം പോയി ക്യൂവിൽ നിൽക്കുകയാണ്. മനസ്സിലാക്കണം, മറ്റുള്ള ആളുകളോടൊപ്പം ക്യൂവിൽ നിന്ന് പോയി വാങ്ങി തിരിച്ചു വന്നു. അദ്ദേഹത്തിന് വേണോ? ഒരു അറ്റൻഡർ വൈ കൈവശം കൊടുത്തു വിട്ടിട്ട് സാറിൻ്റെതാണോ ഒന്ന് ഒപ്പിട്ട് തരണം എന്ന് പറഞ്ഞാൽ കിട്ടാവുന്ന സാധനം അദ്ദേഹം പോയി ക്യൂവിൽ നിന്ന് വാങ്ങുന്നു എന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ്റെ ഡെഡിക്കേഷൻ, ആ മനുഷ്യൻ്റെ ആത്മാർത്ഥത, ആ മനുഷ്യൻ്റെ വിനയം, പൊതുജനങ്ങളെ സേവിക്കാനുള്ളതാണ് തങ്ങൾ. വേറൊരു കാര്യമുണ്ട്, പലപ്പോഴും ഈ ഡോക്ടർമാർക്കും പോലീസുകാർക്കും ഒരു ധാരണയുണ്ട്, കാരണം ഞങ്ങൾ പൊതുജനങ്ങളെക്കാൾ മേലെയാണ് എന്നുള്ളൊരു ധാരണയുണ്ട്. പക്ഷേ ഗവൺമെൻറ് സെക്ടറിൽ ജോലി ചെയ്യുന്ന ഇവർ രണ്ടുപേരും ജനങ്ങളുടെ സേവകരാണ് എന്ന ചിന്ത ഇവർക്കില്ല എന്നുള്ളതാണ് നമുക്ക് പലപ്പോഴും അവരുടെ പെരുമാറ്റത്തിലൂടെ മനസ്സിലാവുന്നത്. ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്ര രോഗികളാണ് അനാസ്ഥ മൂലം മരിച്ചുകൊണ്ടിരിക്കുന്നത്? എത്രയോ അധികം രോഗികൾ അനാസ്ഥ മൂലം മരിച്ചു. അവിടെ കാര്യമായ ചികിത്സാ സംവിധാനങ്ങൾ ഒരുക്കാത്ത രീതിയിൽ ബുദ്ധിമുട്ട് വന്നു. പ്രധാനമന്ത്രി അനുവദിച്ച പുതിയ കെട്ടിടമുണ്ട്, ആ കെട്ടിട നിർമ്മാണത്തിൽ വരെ അഴിമതി നടത്തി. ആരാണ് ഇത് ശ്രദ്ധിക്കേണ്ടിയിരുന്നത്? സംസ്ഥാന സർക്കാരിന് ചുമതല ഉണ്ടായിരുന്നില്ലേ? എന്നിട്ട് അവരത് ചെയ്തോ? ഇല്ല. ഈ ഗർഭിണികളായിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ പല മാരക രോഗങ്ങളുമായിട്ട് വരുന്ന ആളുകളെ കൃത്യമായ രീതിയിൽ ശ്രദ്ധിക്കാതെ ഈ സെക്യൂരിറ്റിക്കാർക്ക് എല്ലാവിധ അധികാരങ്ങളും കൊടുത്തിട്ടുണ്ട്. ആളെ അടിക്കുക, ആൾക്കാരെ അവരാണ് രാജാവ് എന്നുള്ള നിലയിൽ കാര്യങ്ങൾ കൊണ്ടുപോകാം. ഒരു രോഗിയുടെ കൂടെ ഒരു കൂട്ടിരിപ്പുകാരൻ ഒരാൾ അധികമായിട്ടുണ്ടായിരുന്നാൽ അവരെ വളരെ ക്രൂരമായിട്ടാണ് പുറത്തേക്ക് ഇറക്കി വിടുന്നതും ഇതെല്ലാം. ചിലപ്പോൾ ഈ മെഡിക്കൽ കോളേജുകളിലായാലും ഒരു പേഷ്യൻ്റ് ഉള്ളപ്പോൾ ഒരു കൂട്ടിരിപ്പുകാരനുണ്ടാവും. അപ്പോൾ പുറത്തു പോയി മരുന്ന് വാങ്ങിക്കുക, ഒരുപാട് ആവശ്യങ്ങളും പുറത്തു പോയി വാങ്ങിക്കേണ്ട കാര്യങ്ങൾ എല്ലാം നമുക്ക് അവിടെ അകത്ത് അവൈലബിൾ അല്ലായിരിക്കും. അങ്ങനെയുള്ള സാധ്യത ഒരാൾ കൂടെ അവർക്ക് വേണം. ഈ വാങ്ങിക്കൊണ്ട് ഈ കൂടെ ഇരിക്കുന്ന ആൾ ആരോഗ്യമുള്ള ഒരാളല്ലായിരിക്കാം ചിലപ്പോൾ. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒരാളെപ്പോലും അവരകത്തേക്ക് വിടില്ല. ആ സാഹചര്യം അവർ മനസ്സിലാക്കില്ല. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഇവർ ഭയങ്കര കർക്കശം കാണിക്കുകയും ചെയ്യും. മറ്റ് ചെയ്യേണ്ട പല കാര്യങ്ങളിലും അനാസ്ഥയും കാണിക്കും. പക്ഷേ ഇതിന് അടുത്തുടനെ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ആ ബിൽഡിംഗ് ഇടിഞ്ഞു വീണ സംഭവം ഉണ്ടായില്ലേ? ഇവർ ഈ ഹാരിസ് ചിറക്കലിന്റെ വിഷയം വന്നപ്പോൾ ഒരുവിധം ഇവർ ഇങ്ങനെ പറഞ്ഞു ഇറക്കിയിട്ടുണ്ട്. പക്ഷെ അതിന് നമ്മൾ പറയില്ലേ, മുകളിൽ ഇരുന്ന ഒരാൾ ഇതെല്ലാം കാണുന്നുണ്ടെന്നുള്ള, അതിന്റെ ഫലമായിട്ട് ഒരു വീട്ടമ്മയുടെ ജീവൻ ബലി നൽകേണ്ടി വന്നു ഇവരുടെ ഈ മെഴുകൽ കാരണം. അത് പുതിയൊരു ബിൽഡിങ്ങിലേക്ക് മാറാനുള്ള 10 വർഷമായി പൊളിച്ചു കളയാൻ വെച്ചിരുന്ന ബിൽഡിംഗാണ്. എന്തുകൊണ്ട് ഇവർ ഈ 10 വർഷമായിട്ട് അത് അവിടെ നിലനിർത്തിക്കൊണ്ടു പോകുന്നു? അവിടെ എന്നിട്ട് ഉടനെ പറയുന്നത് ആരും ഉപയോഗിക്കാത്ത കെട്ടിടമായിരുന്നു എന്ന്. ഉപയോഗിക്കാത്ത കെട്ടിടത്തിനുള്ളിലാണ് ഒരു സ്ത്രീ മരണമടഞ്ഞത്. ഇതിന് ആരോടാണ് ഇവർ സമാധാനം? ഉപയോഗിക്കാത്ത കെട്ടിടം അടച്ചു പൂട്ടി സീൽ വെക്കണ്ടേ? എന്താ അവർ ചെയ്യാതിരുന്നത്? അവിടെ എങ്ങനെ വെള്ളം വരുന്നു? അവിടെ എങ്ങനെ ബാത്റൂം ഉപയോഗിക്കാനുള്ള സൗകര്യം ഉണ്ടാവുന്നു? ഇതൊക്കെ വലിയ കാര്യങ്ങളല്ലേ? ഇതുപോലെ നമ്മുടെ സർവ്വ മേഖലകളിലും താഴെ തട്ട് മുതൽ നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, ഈ താലൂക്ക് ഹോസ്പിറ്റലിലൊന്നും മരുന്ന് കിട്ടുന്നില്ല. സാധാരണക്കാർ എന്തെങ്കിലും ഒരു അസുഖത്തിന് താലൂക്ക് ഹോസ്പിറ്റലിൽ പോയി അവിടെ കൈകാര്യം ചെയ്യേണ്ട ആളുകളെ മൊത്തം മെഡിക്കൽ കോളേജിലേക്ക് പറഞ്ഞയക്കുകയാണ്. സത്യത്തിൽ ഈ പ്രൈമറി ഹെൽത്ത് സെന്ററുകളും മെഡിക്കൽ കോളേജും മാത്രമാണ്, അല്ലെങ്കിൽ ജില്ലാ ഹോസ്പിറ്റലും മെഡിക്കൽ കോളേജും മാത്രമാണ് പ്രവർത്തിക്കുന്നത്. ഈ താലൂക്ക് ആശുപത്രി എന്നുള്ള സംവിധാനം ഏതെങ്കിലും ഒരു അത്യാവശ്യത്തിന് രോഗികളെയും കൊണ്ടുപോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ മെഡിക്കൽ കോളേജ് ഇവരെന്തിനാണെന്ന് ഇവിടെ ഇരിക്കുന്നത്? താലൂക്ക് ആശുപത്രികൾ, ജില്ലാ ആശുപത്രികൾ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് തന്നെ കോട്ടയ്ക്കകത്ത് ഒരു ഫോട്ടോ ഹോസ്പിറ്റലുണ്ട്, അത് കഴിഞ്ഞാൽ പേരൂർക്കട ഒരു ഹോസ്പിറ്റലുണ്ട്. ഈ 2 ഹോസ്പിറ്റലിലും എല്ലാ സംവിധാനങ്ങളും ഒരുക്കി. കുറെ ബിൽഡിംഗ് കെട്ടുന്നതുകൊണ്ട് കാര്യമായിട്ടില്ല, പക്ഷെ അവിടെ രോഗികൾക്ക് ആവശ്യമായ മരുന്നുകൾ ലഭ്യമാക്കണം, എല്ലാ സേവനങ്ങളും അവിടെ ലഭ്യമാക്കണം. ഇപ്പോൾ കഴിഞ്ഞ തവണ ഈ വിഷയങ്ങളുണ്ടായപ്പോൾ OP ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ക്യൂ നിൽക്കുന്നതിനെ കുറിച്ച് ചർച്ചയായപ്പോൾ പറഞ്ഞു അതിൻ്റെ സൈറ്റിൽ നിന്ന് അല്ലെങ്കിൽ ആപ്പിലൂടെ നമുക്ക് OP ടിക്കറ്റ് എടുക്കാൻ പറ്റും, ഷെഡ്യൂൾ ചെയ്യാൻ പറ്റുമെന്ന്. ഞാൻ എടുത്ത് പോയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഷെഡ്യൂൾ ചെയ്ത് പോയാലും നമ്മളവിടെ ക്യൂ നിന്ന് അവിടെ നമ്മൾ ചീട്ട് വാങ്ങിക്കണം. ഈ ക്യൂ നിൽക്കുക എന്നുള്ളത് ഇപ്പോഴും അവിടെ ആ പ്രോസസ്സിലുണ്ട്. ക്യൂ നിന്ന് ഡോക്ടറെ കാണാൻ വീണ്ടും നിറയെ ക്യൂ ഉണ്ട്. ഈ ക്യൂ നിന്ന് ഡോക്ടറെയും കണ്ടു കഴിയുമ്പോൾ അടുത്തൊരു പരിശോധനയ്ക്ക് എഴുതിയാൽ പരിശോധന കഴിഞ്ഞ് ആ റിസൾട്ട് കാണിക്കാൻ പിന്നെ അവിടെ ഡോക്ടർ അവൈലബിൾ ആവില്ല. ഈ
ഈ പരിശോധന കഴിയാൻ തന്നെ കുറേ സമയം എടുക്കും. ഒന്നുകിൽ അന്ന് ഒരുപാട് ലേറ്റ് ആവും, 5 മണി വരെ നിൽക്കേണ്ടി വരും. അതല്ലെങ്കിൽ പിന്നൊരു ദിവസത്തേക്ക് നമ്മൾ അടിയന്തരമായ ഒരു വയറുവേദനയായിട്ട് പോകുന്നെന്ന് വെച്ചു, അതിൻ്റെ സ്കാനിങ് ചെയ്യണം, അടുത്ത എന്ത് പരിശോധന എന്ന് പറഞ്ഞാൽ അതിന് ഡേറ്റ് ഇട്ട് തരികയാണ്. അത് പിന്നെ എത്രയോ ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്ക് പോയി ആ പരിശോധന നടത്താൻ കഴിയുന്നത്. ഇത് എന്തെങ്കിലും ഗുരുതരമായ ഒരു പ്രശ്നമാണെങ്കിൽ ആ പറഞ്ഞുവിടുന്ന രോഗി ജീവിച്ചിരിക്കുമോ ഇല്ലയോ എന്നൊരു വിലയിരുത്തലിന് പോലും ഈ സർക്കാർ ആശുപത്രി സംവിധാനങ്ങളില്ല. വളരെ ഗുരുതരമായി ഈ അടുത്ത് സംഭവിച്ചൊരു കാര്യം, ഈ അതിഗുരുതരമായിട്ടുള്ള ഒരു വയറുവേദനയോ അങ്ങനെ എന്തോ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പോയ ഒരാളെ അടിയന്തരമായി സ്കാൻ ചെയ്യണം എന്ന് ഡോക്ടർ എഴുതി കൊടുത്തു. ഡോക്ടർ എഴുതി കൊടുത്തപ്പോൾ സ്കാനിങ്ങിന് സമയത്ത് പോയ സമയത്ത് അവർ പറഞ്ഞത് ഇത് ഇപ്പം ഡേറ്റ് കിട്ടില്ല, 3 മാസം ഡേറ്റ് കിട്ടുക എന്ന് പറഞ്ഞത്. അത് ഈ വയറുവേദനയെ വെച്ചുകൊണ്ട് ഇവർ 3 മാസം വെയിറ്റ് ചെയ്യണോ? ഏത് രീതിയിലാണ് ഇവരൊക്കെ പെരുമാറുന്നത്? ഏതെങ്കിലും ഒരു മന്ത്രിയോ MLA യോ ഏതെങ്കിലും ഒരു പാർട്ടിക്കാരൻ്റെ പിടിയാളോ അവിടെ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുമല്ലോ, അല്ലേ? പൊതുജനങ്ങൾക്ക് ഇതൊന്നും കൊടുക്കരുത്. നമ്പർ 1 ആരോഗ്യ മേഖല എന്ന് പറയും. എന്തായാലും ഡോക്ടർ ഹാരിസ് ചിറക്കലിൻ്റെ ഈ പറയുന്ന അദ്ദേഹത്തിനോട് സർക്കാർ കാണിക്കുന്ന ഈ നിയമവിരുദ്ധമായ നടപടി, ഈ വൃത്തികേട്, UP-യിലെ കഫീൽ ഖാന്റെ കാര്യത്തിൽ ഇവിടുത്തെ കേരളത്തിലെ സഖാക്കൾ കാണിച്ച സ്നേഹമുണ്ടല്ലോ, കാണിച്ചോട്ടെ, എനിക്കൊരു അഭിപ്രായ വ്യത്യാസമില്ല കേട്ടോ. കാരണം കഫീൽ ഖാൻ ആയാലും ഡോക്ടർ ഹാരിസ് ചിറക്കലായാലും എല്ലാവരും ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി പ്രതികരിച്ച ആളുകൾ. അത് BJP സർക്കാർ ഭരിച്ചാലും ഈ പറയുന്ന പിന്നെ ആര് ഭരിച്ചാലും LDF ഭരിച്ചാലും. പക്ഷേ അവരോടുള്ള ന്യായം, അവരോടുള്ള സ്നേഹം അത് ഇവിടെ കാണിക്കുന്നില്ല. ഇത് തന്നെയാണ് ഛത്തീസ്ഗഡിലെ ആളുകളോട് ഇവിടെ ഉള്ളപ്പോൾ കാണിക്കില്ലല്ലോ. അത് തന്നെ അവിടെ എന്ത് സംഭവിച്ചാലും സ്നേഹമാണ്. ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് മോശമാണ്.